ഹായ്, ഭാഗ്യലക്ഷ്മി നിരന്തരമായിട്ട് ഇരയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഒരുപാട് പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് അവരുടെ ലൈഫിൽ നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളെ റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ ചില ഇടങ്ങളിൽ സംസാരിക്കുന്നത്. വല്ലാണ്ട് വൈകാരികമായി ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവർക്ക് ശരിക്കും ഇത് ഏത് രീതിയിൽ കൂടെ പോകണം, ഏത് പാത്തിൽ കൂടെ പോകണമെന്ന് അറിയത്തില്ല. ദ വെരി ബിഗിനിങ് തൊട്ട് ഇരയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു അമ്മയുടെ സ്ഥാനം നൽകി ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും ഭാഗ്യലക്ഷ്മി കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ മിടുക്കുള്ളവളാണ് എന്നുള്ളതിൻ്റെ 1-2 തെളിവുകൾ സത്യം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഒന്നാമത്തെ കാര്യം, ശ്രീജിത്തിനെ പോലുള്ള ഒരുത്തൻ വിടുവായന് കൃത്യമായ മറുപടി പറയുന്നുണ്ട് ചാനൽ ചർച്ചയിൽ. അതൊന്ന് കാണാം. പക്ഷേ ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പലപ്പോഴും സെലക്റ്റീവായി പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യം, ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ നിലപാട് തന്നെ എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. നിലപാടുകൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്റ്റയുടെ ചെയറിലിരിക്കുന്നയാൾ സിനിമ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. ഞാൻ പറയുന്നത്, ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ 1-ലധികം 2-ഓ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളിത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള കേസുകളെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. അല്ല, ഒരൊറ്റ വരിയിൽ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഇത് വിട്ടുപോകും. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ, ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതും കൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും ഈ ഒരു വിഷയത്തിൽ അവരെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേടന്റെ കേസ് ഇതിനകത്തേക്ക് കുത്തിക്കയറ്റുന്നത്. ആക്ച്വലി വേടന്റെ കേസ് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തതാണ്. അതിനകത്ത് വ്യത്യസ്തതയുണ്ട് എന്നുള്ളതാണ്. ഇത് പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. 6ഓളം ആൾക്കാർ ചേർന്ന് ബലാത്കാരമായി ഒരു പെണ്ണിനെ അവളുടെ സമ്മതമില്ലാതെ ചെയ്തതിനെയും, ഒരു പെണ്ണ് സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്രണയാതുരയായി ഒരുത്തൻ്റെ ഒപ്പം കിടന്നതിനെയുമാണ് ഇവർ ടാലി ചെയ്യുന്നത്. അതത് കൃത്യമായി എത്ര പ്രാവശ്യം എടുത്തു പറഞ്ഞാലും വേടനെ അംഗീകരിച്ചില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സ്പെസിഫിക്, അതായത് ഒരു ബേസിക് ആയിട്ടുള്ള തീട്ട സംഖ്യയുടെ നോളജാണ് ആ ചെറ്റയ്ക്കുള്ളത്. അതുകൊണ്ടാണ് അവ ഇതിനെയും ടാലിയപ്പ് ചെയ്യുന്നത്. അയാൾ ഒരു കഞ്ചാവ് കേസാണ്, അയാൾ ഒരു പെണ്ണ് പിടിയനാണ്, അയാൾക്ക് നിങ്ങൾ ഇത് കൊടുത്തില്ലെന്ന്. ഇവിടെ ഉള്ള മെജോറിറ്റി കലാകാരന്മാരെല്ലാം തന്നെ ഏകദേശം ഇതുപോലെ ഡ്രഗ് അഡിക്ട്സ് തന്നെയാണ്. ഡ്രഗ് തന്നെ മീൻസ് ഈ പറയുന്ന കഞ്ചാവ് മയക്കുമരുന്നെന്നല്ല. ഇപ്പോൾ കലാഭവൻ മണി മരിച്ചു, നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളല്ലേ, അതൊരു ഡ്രഗ് തന്നെയല്ലേ? നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളാണ്. അയാൾ മദ്യം കഴിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ അയാൾക്ക് സമ്മാനം കൊടുക്കത്തില്ലേ? അയാൾക്ക് അവാർഡ് കൊടുക്കത്തില്ലേ? അയാളുടെ അഭിനയത്തിനല്ലേ നമ്മൾ വാല്യൂ കൊടുക്കുന്നത്? ഇതേപോലെ തന്നെ റാപ്പ് സംഗീതം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ്. അതേപോലെ ജഗതി ശ്രീകുമാർ ഒരു റേപ്പ് പ്രതിയല്ലേ? അയാളെ നിങ്ങൾ അംഗീകരിച്ചില്ലേ? അയാളുടെ റേപ്പാണെന്ന് പറയുന്നു, പക്ഷെ അത് റേപ്പിനേക്കാൾ നീചമായ ഒരു പ്രവൃത്തിയാണ്. അയാളുടെ ആ ദാഹം തീർക്കാൻ 1, 2, 3 കെട്ടിയോളുമാരുണ്ട്, കണ്ടെടുത്തൊക്കെ കുറ്റിയുള്ള ആളാണ് ജഗതി ശ്രീകുമാർ. അങ്ങനെയുള്ള ഒരു വ്യക്തി തൻ്റെ മകളെക്കാൾ ചെറുപ്പമുള്ള ഒരു പെൺകുട്ടിയെ ഭീകരമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കേസിൽ നിന്ന് ഊരിപ്പോയി. അയാളെ നിങ്ങൾ അംഗീകരിച്ചില്ലേ? ആ അംഗീകാരം ഇതുപോലെയാണോ എന്ന് മാച്ചപ്പ് ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഇവിടെ എത്ര പേരുണ്ടായിരുന്നു പണ്ടത്തെ പിന്നെ ഈ കവിത എഴുതുന്ന അയ്യപ്പൻ തൊട്ട് ഒരുപാട് പേരുണ്ട്. ഈ മദ്യത്തിനടിമയായ ഒരുപാട് പേരെ നമുക്ക് എടുത്തു വെച്ച് കാണിക്കാൻ പറ്റും. കലാകാരന്മാർ മെജോറിറ്റിയും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് അഡിക്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെയാണ്. അതാണോ ഇതിനകത്ത് മാച്ച് ചെയ്ത് പറയുന്നത്? അതേപോലെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവരുടെ വീട്ടിലേക്ക് കയറിപ്പോയി അവരുടെ കൂടെ ഇരിക്കാൻ പെർമിഷൻ കൊടുക്കുന്നു. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ പ്രതിഷേധിക്കുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഇത് വീണ്ടും ചെയ്യുമ്പോഴും പ്രതിഷേധിക്കുന്നില്ല. വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മാത്രം പ്രതിഷേധം കൊണ്ടുവന്ന ആ ഒരു സംഗതിയെ
4 6 ആണുങ്ങൾ മാറി മാറി ആ കുട്ടിയെ സെക്ഷലി യൂസ് ചെയ്ത് അവളെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് അവളുടെ വീഡിയോ എടുത്ത് വെച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു കാര്യത്തിനെ എങ്ങനെയാണ് നിങ്ങൾ മാച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവനൊക്കെ ഇത്ര വിവരമേ ഉള്ളൂ. ഇവനൊക്കെയാണ് ഒരു പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നതെന്നുള്ളതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ബലാത്സംഗികൾക്ക് ബലാത്സംഗം നല്ലൊരു കാര്യമായിട്ട് തോന്നും. കാരണം അവൻ്റെയൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ ബലാത്സംഗം. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിനൊക്കെ പ്രതികരിക്കാൻ പറയരുതേ. കേൾക്കുമ്പോൾ വല്ലാത്ത പുച്ഛവും വെറുപ്പും, നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യവും തോന്നും. എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് കോമര ഇരുന്നുകൊണ്ട് പറയുന്നത്. അത് ഭാഗ്യലക്ഷ്മിക്ക് അത് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട്. ഫെഫ്കയിലെ അംഗത്വ രാജിവെച്ചതിനോട് എനിക്ക് വിയോജിപ്പാണ്. അതിൽ തന്നെ തുടർന്നു കൊണ്ട് ഇതിനെതിരെ ശക്തമായി പൊരുതണമായിരുന്നു. പിന്നെ പ്രതിഷേധം നമുക്കതിനകത്ത് കാണിക്കാൻ പറ്റും. ആ പ്രതിഷേധം തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതിൽ ഒരു തർക്കവുമില്ല. പൊതുസമൂഹം എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ സക്സീഡ് ചെയ്തിട്ടുണ്ട്. ഈ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് പൊതുസമൂഹം. അതിൽ 4 5 10 പേര് വന്നിട്ട് ദിലീപ് അനുഭവിച്ച ബുദ്ധിമുട്ടിനെ പറ്റി പറയുമ്പോൾ അതിനേക്കാൾ ഭീകരമല്ലേ ആ പെൺകുട്ടി അനുഭവിച്ചത്. ഇന്നത്തെ കാലഘട്ടം ആയതുകൊണ്ട് മാത്രം ഓവർകം ചെയ്ത് ജീവിക്കുകയും ആ ഭർത്താവ് അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്തത് കൊണ്ടല്ലേ ആ കുട്ടി ഇന്ന് നമുക്കിടയിലുള്ളത്. അല്ലെങ്കിൽ ഈ മാനസിക പീഡനവും ഈ കളിയാക്കലുകളും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണെന്ന് ഓർത്തോണം. ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ കുട്ടി അനുഭവിച്ച ഡിപ്രഷൻ, അതനുഭവിച്ച പെയിൻ, അതിനെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണയെങ്കിലും ഉണ്ടോ? അതാണ് ആ കുട്ടി അനുഭവിച്ച വേദനയെപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ല. ആർക്കും അതിനെപ്പറ്റി യാതൊരു അവലാതിയുമില്ല. ആകെ ഉള്ളത് ഈ ഇതിനെതിരെ സംസാരിക്കുന്നവരെ ഒക്കെ അങ്ങോട്ട് ഇപ്പോൾ നരേഷൻ മുഴുക്ക മഞ്ജു വാര്യരിലേക്കും ഭാഗ്യലക്ഷ്മിയിലേക്കും വന്നിരിക്കുകയാണ്. അവരെന്ത് ചെയ്തു? അവരാണോ കുറ്റക്കാർ? പറയുന്നതാണോ കുഴപ്പം? ഇനി ഭാഗ്യലക്ഷ്മിയെ പോലീസ് പിടിക്കും. എന്തെന്നറിയാമോ? കോടതിക്ക് അഗൻസ്റ്റ് സംസാരിച്ചതുകൊണ്ട്. നീതിന്യായ വ്യവസ്ഥകളെ ശരിക്കും മനസ്സിലാക്കാതെ അതിനെതിരെ പിന്നെയും അഭിപ്രായം പറയരുത്. ഇത് ഒരിക്കലും ശരിയായ ഒരു നടപടി അല്ല എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുക. അതേസമയം ഈ പറയുന്ന കോടതിയെ അവർ വിലക്കെടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയാൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടും. ഒരുപക്ഷെ അവർ മെൻ്റലി പ്രിപ്പയർഡ് ആയി കാണും അതൊക്കെ ഏറ്റെടുക്കാനായിട്ട്. എന്നിരുന്നാൽ പോലും പറയണത് വിവേക ബുദ്ധിയോടുകൂടി പെരുമാറുക. നമ്മൾ ഈ സമയത്ത് വൈകാരികമായല്ല ഇതിനെ എടുക്കേണ്ടത്. നിങ്ങൾ കൂടെ നിന്നുള്ളവർ കരയുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാണ് അതിൻ്റെ മാനസിക പ്രയാസം ഒന്ന് ഓർത്തു നോക്കൂ. അപ്പം നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് ധൈര്യമാണ്. ആ ധൈര്യം പൂർണ്ണമായി കൊടുക്കുക തന്നെ ചെയ്യുകയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മിയുടെ ആരാധന തോന്നുന്നു. നല്ലൊരു അമ്മയാണ് അവർ. ഇത്രയധികം വിഷമത്തിൽ കൂടെയും തൻ്റെ ഉപജീവനം പോലും മുട്ടാൻ ചാൻസ് ഉള്ള ഒരു വിഷയത്തിൽ അവർ വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനമെടുത്തു. ആ മക്കൾക്ക് അഭിമാനിക്കാം ഇങ്ങനെ ഒരു അമ്മ തങ്ങൾക്കുണ്ട് എന്നുള്ളത്. നന്ദി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.